ആരുമില്ലാതിരിക്കുന്ന സമയത്ത് കൂടെയുള്ള എൻ്റെ ദൈവമേ, എല്ലാവരും പറയും ഒരു പ്രതീക്ഷയില്ല, എല്ലാവരും പറയും നീ ശപിക്കപ്പെട്ടവനാ, ശപിക്കപ്പെട്ടവളാ. നിന്നെ കണ്ടത് മുതൽ എന്റെ ജീവിതത്തിലെ ശാപം, നീ വന്നത് എന്റെ തകർച്ച. പക്ഷെ ഇന്ന് പകൽക്കാല കർത്താവ് പറയുന്നു, ഇല്ല, നീ ഒരു തകർച്ചയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയല്ല, നീ തകർന്നു പോകാൻ വിളിക്കപ്പെട്ട വ്യക്തിയല്ല. ആരൊക്കെ നിന്നെ നോക്കിയിട്ട് നീ തകർന്ന വ്യക്തിയെന്നോ, നീ രക്ഷയില്ലെന്ന് ഈ ലോകം പറയോ, പക്ഷെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആരുമില്ലാതിരിക്കുമ്പോൾ കൂടെ നടക്കുന്ന ഒരുവനുണ്ട്, കൂടെ നിന്നെ പരിപാലിച്ചു, നിന്നെ കരം പിടിച്ചു, നിന്നെ വഴി നടത്തുവാൻ ഒരുവൻ ഇന്ന് പകൽക്കാലമുണ്ട്. അവന്റെ പേരെത്ര? യേശു. പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ വിളങ്ങിയത് ആർക്കോ വേണ്ടിയല്ല. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയാ അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ആരുമില്ലെന്ന് നീ ചിന്തിക്കരുത്, ആരും കൂടെ ഇല്ലെന്ന് നീ ചിന്തിക്കരുത്. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു മറുപടി തരുവാൻ, നിനക്ക് വേണ്ടി ഒരു ഡോർ ഓപ്പൺ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തെ പകരുവാൻ, നിനക്ക് വേണ്ടി ഒരു സ്വസ്ഥതയെ തരുവാൻ എന്റെ യേശു ഇന്ന് പകൽക്കാലം നിന്റെ സമീപമുണ്ട്. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട്, നീ നിൽക്കുന്ന നിപ്പിടത്തിൽ നിന്നുകൊണ്ട്, യേശുവേ, യേശുവേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സലിവ് തോന്നണമേ, എന്റെ അവസ്ഥകൾ മാറട്ടെ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഏത് കുരുക്കായാലോ, ജീവിതത്തിൽ ഏത് അടഞ്ഞ ഡോറുകളായാലോ, ജീവിതത്തിലെ ഏത് വിഷയത്തിന്റെ മേൽ നീ പ്രാർത്ഥിക്കുന്നു, അതിന്റെ മേൽ മറുപടി കൽപ്പിക്കുവാൻ യേശു ഇന്നോ എന്നോ എപ്പോഴും നിന്റെ സമീപേ. ആരൊക്കെ നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് പറഞ്ഞു രക്ഷയില്ല, ആരൊക്കെ നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് പറഞ്ഞു രക്ഷയില്ല, നിന്റെ ഭാവിയിൽ രക്ഷയില്ല. അയ്യോ, നീ വിദ്യാഭ്യാസം ഉയരത്തില്ല, നിന്റെ സാമ്പത്തിക നില മാറത്തില്ല, എന്റെ ജീവിതം ഇങ്ങനെയായി പോകും, എന്റെ അവസ്ഥ ഇങ്ങനെയായി പോകും. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ യേശു ഇല്ലെങ്കിൽ, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ യേശു ഇല്ലെങ്കിൽ നിന്റെ തകർച്ചയുടെ കാരണം മറ്റൊന്നല്ല, യേശു ഇല്ലാത്തതാ. നിന്റെ തകർച്ചയുടെ കാരണം വേറൊന്നല്ല, യേശു നിന്റെ ജീവിതത്തിൽ വരാത്തത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം പറ, യേശുവേ, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നപ്പാ. നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാകട്ടെ, നീ എങ്ങനെയുള്ള വ്യക്തിയാകട്ടെ, കർത്താവ് നോക്കുന്നതല്ല നിന്റെ ഹൃദയത്തെയാ. ഇന്ന് പകൽക്കാലം പറ, യേശുവേ, അങ്ങനെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരണമേ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഒന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ? യേശുവേ, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നപ്പാ, യേശുവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നപ്പാ. എന്റെ ലൈഫ് നോക്കാതെ, എന്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കാതെ എന്റെ സമീപേ വന്ന് എന്നെ ആശ്വസിപ്പിക്കാനോ, എന്നെ വിടുവിപ്പാനോ, എന്നെ അനുഗ്രഹിപ്പാനോ ശക്തനായ ഒരുവൻ അങ്ങനെ ഞാൻ അറിയുന്നു. എന്റെ ജീവിതത്തിൽ വിടുതലുകൾ അവയെ പൂർണ്ണമാകട്ടെ.